വേഗം വരികടോ. അനക്കോ ഇതാരെ കറി വെച്ച് ആണോ? എരിവില്ല, പുളിയില്ല, ഉപ്പുമില്ല. നമ്മളൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? നമ്മള് പിന്നെ എന്തിനാ ഷെഫ് എന്ന് പറഞ്ഞ ഇവിടെ നിക്കണത് അല്ലേ? അടുത്ത വാട്ടി കേക്കറേ ചോദിച്ച് മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും. நான் வேற ஒன்னு சொல்லவா? உள்ளுக்குள்ள இருந்து அவங்க பேசினதெல்லாம் கேட்டீங்க தானே? நம்மளுக்கு தேவையான விஷயம் என்னது? ஷமா. நம்ம ஹோட்டல்ல யாரும் யாருக்கும் மேலே இல்ல கீழே இல்ல, நம்ம எல்லாரும் ஒரே ലെവൽ സ്റ്റാഫ് தான். ആ പറഞ്ഞതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാനൊരു സീനിയർ ഷെഫാണ്. ഇതുവരെ ഇവന്റെ പണി എന്താന്ന് ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇവരെ ഇന്നും കൂടി ഒരുമിച്ച് ചേർത്ത് വെക്കല്? അത് നടക്കൂല. அதுக்கென்ன எல்லாரையும் ஒரே மாதிரி பார்க்க நம்ம கத்துக்கணும். എന്ത് കണ്ടിട്ട് കത്തിന്? കനക ചേച്ചി എഴുതി വെച്ചോ, നമ്മുടെ ഹോട്ടലിൽ ഇയാൾ 2 വെള്ളിയാഴ്ച തയ്ക്കൂല. ചേച്ചി നോക്കിക്കോ. കണ്ട കേട്ടോ, ഇങ്ങനത്തെ വൃത്തിയട്ട വർത്താനം അവന്റെ വായിന്ന് വരുന്നത്. ഒന്നിനും ഒരു സീനിയർ ഷെഫല്ലേ ഞാൻ, അതിനുള്ള ബഹുമാനം എനിക്ക് തരണ്ടേ? ചുമ്മാ കിടന്ന് സീനിയർ ഷെഫ് തള്ളണാണ്. ഏതാ പൊട്ട ചായക്കടയിൽ പോയി 10-15 ചായ അടിച്ചിട്ട് വന്നിരുന്നാണ് ഈ സീനിയർ ഷെഫ്. ഇതോടെ അങ്ങനത്തെ ഒലക്ക വർത്താനോട് വരുത്തിട്ടോ. കുട്ടിക്കറിയോ, ഞാനൊരു പേര് കേട്ട ബിരിയാണി കുടുംബത്തിന്റെ അംഗാണ്. എന്തോന്നാണ് ഇവിടെ സീനിയോറിറ്റി വിഷയം പോയിട്ട് ഇருக்கு. ഒരുത്തർ പെരുസാം ഒരുത്തർ സിന്നതാ അന്ത വിഷയം. എന്റെ പൊന്നു കുഞ്ഞാക്ക, നേരത്തെ ഇതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടല്ലേ അകത്ത് കയറി പോയത്? അതൊന്നല്ല വിഷയം. അപ്പൊ എന്റെ കുടുംബക്കാരെ പറ്റി പറയാൻ തുടങ്ങിയാണ്. ഇന്നോട് മാപ്പ് പറയാതെ ഞാൻ ഇവിടെ നിൽക്കൂല. കേശോ, ഇജ്ജ് വടക്കോട്ടുള്ള വണ്ടിയുടെ സമയം നോക്കടാ. നിങ്ങൾക്ക് വേറെ പണിയില്ല. ഞാൻ മാപ്പ് പറയാൻ നടക്കാം. ഞാൻ മാപ്പൊന്നും പറയൂല. ഇവ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാലേ ഞാൻ എടുക്കുള്ളൂ. ഞാൻ പോവും. നിങ്ങൾ പോയി. പിള്ളേരെ പോലെ നിങ്ങൾക്ക് പ്രായവും പക്വതയും ലോകപരിചയം ഒക്കെ ഉള്ള ആളല്ലേ, നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചൂടായോ? പഞ്ഞിക്ക കുഞ്ഞാക്ക നിങ്ങളെ കയ്യൊന്നും പോയപ്പോ ഇത് കയ്യിൽ മൊത്തം. എന്തായാലും ഇപ്പൊ മാപ്പ് പറയാതെ ഞാൻ ഇവിടെ നിൽക്കൂല. പിന്നല്ലാതെ ഞാൻ മാപ്പ് പറയൂല. നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളല്ലയോ, നീ ഒരു മാപ്പങ്ങ് പറഞ്ഞേര്. അമ്മച്ചി, ഞാൻ റോഡിൽ കൂടെ പോണ പട്ടിയുടെ അടുത്താണെങ്കിലും മാപ്പ് വയ്ക്കാം. ഇയാളുടെ അടുത്ത് ഞാൻ ചോദിക്കൂല. ഇയാളെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കാരിയാണ്. കണ്ടോ കേട്ടോ, ഇങ്ങനെയുള്ള വർത്താനാ പറയണത്. പിന്നെ എങ്ങനെ ഞാൻ ചേർത്ത് വെക്കുന്നേ? ഞാൻ പോവാണ്. ഇങ്ങനെയുള്ള ആൾക്കാരിപ്പോ ഞാൻ നിൽക്കൂല. കേശുവാ, ഈ വടക്കുള്ള ട്രെയിനിന്റെ സമയം നോക്കടാ. കേശു, നീ തെക്കോട്ടുള്ള ട്രെയിൻ സമയം നോക്കടാ. கொஞ்சம் நிறுத்துறீங்களா? ஒரு ஹோட்டல் ஆரம்பிக்கிறது எவ்வளவு கஷ்டம் தெரியுமா? ஆரம்பிக்கிறதுக்கு முன்னாடி அவங்க சம்பளம் தராங்கல்ல, എന്നിട്ട് നമ്മൾക്ക് അതെല്ലാം തില്ല. സണ്ട 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 இப்படி சண்டை போട്ടா எப்படிதான் ഹോട്ടൽ വരും? അല്ല, ഇപ്പൊ നിങ്ങൾ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞല്ലോ. ഈ ഹോട്ടലിനടുത്ത് ലാഭം കിട്ടിയ നിങ്ങളോട് കൊണ്ടുപോകില്ലേ? അപ്പോൾ ഞാൻ കിച്ചണിൽ തന്നെ എനിക്ക് നിങ്ങൾ വാരി കൊരുത്തരോ? കുഞ്ഞാക്ക മതി, നിർത്തിക്കോ. ഇനി 1 മിനിറ്റ് പോലും ഇവിടെ നിൽക്കണ്ട. കോഴിക്കോടോ കണ്ണൂരോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. നിങ്ങളുടെ സേവനം ഇവിടെ മതി. നല്ല തീരുമാനം ചേച്ചി. ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. നിന്റെ അടുത്തും കൂടെയാണ് പറയണ. കൊല്ലത്തോ തിരുവനന്തപുരത്തോ പത്തനംതിട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. ഇനി ഇവിടെ നിൽക്കണ്ട നീയും. ഗൗരി, ഞാൻ കൂടെ. നിങ്ങൾ മധുരയ്ക്കാ ചെന്നൈക്കാ നാഗർകോവിൽ എങ്ങോട്ട് വേണമെങ്കിലും പോ ചേച്ചി. ഗൗരി ആന്റി, അത് അമ്മ ആ ടെമ്പറിൽ പറഞ്ഞതാ. സോറി. അല്ല, നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന പോണില്ലേ? പൊക്കോ, എനിക്ക് ഇങ്ങനെയുള്ള പണിക്കാരിന് ആവശ്യമില്ല. അതായത് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂറിനുള്ളിൽ ട്രിവാൻഡ്രത്തോട്ട് എല്ലാം ഉണ്ട്. 1/2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോടോട്ട് പരശുരാം പോകും. ചേച്ചി കാര്യമായിട്ട് പറഞ്ഞാണ്. ആ, കാര്യമായിട്ട് പറഞ്ഞാണ്. മനസ്സിലായില്ലേ? പൊക്കോ, എനിക്ക് നിങ്ങളെ ആവശ്യമില്ല ഇനി. ഇത്രയും പറഞ്ഞിട്ട് കിടന്ന് ചിരിക്കുന്നു. ചേച്ചി, കുഞ്ഞിക്ക കരയും. അതിന് എനിക്കും കരച്ചിൽ വരും. ഞാൻ കൂടെ കരഞ്ഞു. ഗൗരി, ജീവിക്കാനുള്ള കൊതിയോട്ട് ചോദിക്കാണ്. ഞങ്ങളെ പറഞ്ഞയക്കാതിരുന്നൂടെ ഇവിടെ? ചേച്ചിയും കൂടെ പറഞ്ഞു വിട്ടാ ഞങ്ങൾ പെരുവഴിയിലായി പോവും. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ ഹോട്ടലിൽ പോയിരുന്ന് കരഞ്ഞോ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഗൗരിക്കൊരു കാര്യം അറിയോ? ഞാനൊരു പാവാണ്. ആവേശം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ അങ്ങ് പോവെന്ന്. വെറുതെ ബാക്കിയുള്ള എനർജി വേസ്റ്റ്. അമ്മായി, ഇവരെയൊക്കെ വെച്ച് നമ്മൾ എങ്ങനെ ഹോട്ടൽ എടുത്തുന്നാണ് പറയണേ? ഒരു പിടിയില്ലടാ. വരണ്ടത്ത് വെച്ച് നോക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.